രണ്ട് യുവാക്കൾ ഒരു പോലീസ് എക്സാമിന് വേണ്ടി പോകുന്നതാണ് കഥയുടെ തുടക്കം. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ലോഡ് ആളുകളാണ് എക്സാമിന് പോകാനായി അവിടെ എത്തിയിരിക്കുന്നത്. ഇത്ര ആളുകളെ കണ്ടതുകൊണ്ട് ചന്ദന് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഷൈബ് അവനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇവർ സുധയെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇവർ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഷുഐബ് തൽക്കാലം ഒരു കമ്പനിയിൽ ഹെൽപ്പറായി ജോലിക്ക് കയറുന്നു. അങ്ങനെ ഒരു ദിവസം ചന്ദൻ പോലീസ് ഓഫീസിൽ പോയി റിസൾട്ട് എന്ന് വരുമെന്ന് തിരക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അവനോട് നീ ഏതാ ജാതി എന്ന് ചോദിച്ചപ്പോൾ അവൻ താൻ ഒരു ജനറൽ കാറ്റഗറി ആണെന്ന് കള്ളം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവൻ ഒരു SC ആയിരുന്നു. എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ജാതി പ്രശ്നമുള്ളതിനാൽ അവന് പേടി കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് സുധ പറയുന്നത് കേട്ട് അവൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. പിന്നീട് അവർ വളരെയധികം അടുക്കുന്നു. അങ്ങനെ ഈ ദിവസം ഷൈബിന്റെ വീട്ടിൽ ചന്ദനും ഇവരുടെ കുടുംബക്കാരും ബിരിയാണി കഴിക്കുമ്പോഴായിരുന്നു റിസൾട്ട് വന്നു എന്ന മെസ്സേജ് ഇവർ കണ്ടത്. അങ്ങനെ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി നോക്കിയപ്പോൾ ചന്ദൻ പാസ്സാവുകയും ഷൈബ് ഫെയിലാവുകയും ചെയ്യുന്നു. അതവനെ വളരെയധികം തളർത്തുന്നു. ചന്ദൻ SSC ആയതുകൊണ്ടാണ് പാസ്സായത് എന്നൊക്കെ പറഞ്ഞൊടുവിൽ ഇവർ രണ്ടുപേരും അടിച്ചു പിരിയുന്നു. അങ്ങനെ ചന്ദൻ തന്റെ ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നു. അത് അവന് കിട്ടുമെന്ന ഉറപ്പുള്ളതിനാൽ അവൻ കോളേജ് പഠനം ഉപേക്ഷിക്കുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. എന്നാൽ റിസൾട്ട് വരാൻ താമസിക്കുന്നത് കൊണ്ട് ചന്ദൻ ഒരു ഫാക്ടറിയിൽ ജോയിൻ ചെയ്യുന്നു. പിന്നീട് ഒരു ദിവസം ഷുഐബ് തന്റെ കമ്പനിയിൽ ഉള്ളവരെ കൂടെ ഇന്ത്യ vs പാകിസ്ഥാൻ മാച്ച് കാണാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് മതം വെച്ച് കളിയാക്കിയത് കൊണ്ട് അവൻ ആ ജോലി അങ്ങ് ഉപേക്ഷിക്കുന്നു. ഷുഐബിന്റെ ഉപ്പക്ക് കാലിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പണം വേണ്ടതുകൊണ്ട് അവനും ഒടുവിൽ ചന്ദൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ എത്തിപ്പെടുന്നു. അങ്ങനെ ആ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു. അടുത്ത ദിവസം മുതലാളി പറയുന്നു ലോക്ക്ഡൌൺ ഉള്ളതുകൊണ്ട് 21 ദിവസം കമ്പനി പൂട്ടേണ്ടി വരുമെന്ന്. അങ്ങനെ പലരും പല വഴിക്ക് പോകുന്നു. ശേഷം വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഷുഐബും ചന്ദനും ഒരു ലോറിയിൽ കയറി നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഇടുന്നു. യാത്ര പുറപ്പെട്ടു. ഇവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ലോറിയുടെ പുറത്തിരിക്കേണ്ടിയിരുന്നു. എന്നാൽ തണുപ്പ് കൊണ്ടോ കൊറോണ കൊണ്ടോ എന്നറിയില്ല ചന്ദന് പനി പിടിക്കുന്നു. അങ്ങനെ അവർ ലോറിയുടെ ഉള്ളിൽ ഇരുന്ന് വരുന്നു. പക്ഷേ കഠിനമായ ചുമ കാരണം എല്ലാവരും കൂടി ഇവരെ ഇറക്കി വിടുന്നു. അങ്ങനെ അവന്റെ അസുഖം മൂർച്ഛിക്കുന്നു. ശേഷം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഷുഐബിന്റെ തോളിൽ കയറ്റി കൊണ്ടുപോകുന്നു. അവസാനം അവൻ പോകുന്ന വഴിക്ക് വെച്ച് മരണപ്പെടുന്നു. ശേഷം വീട്ടിൽ കൊണ്ടു ചെന്ന് ദഹിപ്പിക്കുന്നു. പിന്നീട് ഒരു പോലീസുകാരൻ ചന്ദന്റെ പുതിയ വീടിന്റെ മുമ്പിൽ വെച്ച് ഒരു കത്ത് കൊടുക്കുന്നു. തുറന്നപ്പോൾ ചന്ദന് പോലീസിൽ കിട്ടിയ ജോയിനിങ് ലെറ്റർ ആയിരുന്നു അത്.